ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് പൈനാപ്പിൾ പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സൂപ്പർ ടേസ്റ്റുള്ളൊരു പുഡിംഗാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി പുഡിംഗാണിത്. ബിസ്ക്കറ്റിൻ്റെ ബേസും കൊക്കനട്ടിൻ്റെ ക്രഞ്ചി ടോപ്പിങ്ങും കൂടെയൊക്കെ നമ്മൾ എക്സ്ട്രാ ഈ പുഡിങ്ങിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പുഡിംഗാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ പുഡിംഗ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ഈ കാണിക്കുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിലൊക്കെ മാത്രം ചെയ്താൽ മതി. പക്ഷേ പുഡിങ്ങിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കുറച്ച് ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് ബിസ്ക്കറ്റായാലും കുഴപ്പമില്ല. നമ്മുടെ ഈ പുഡിങ്ങിന് ഒരു ബിസ്ക്കറ്റ് ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഈ ബിസ്ക്കറ്റ് പൊടിച്ച് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പുഡിങ്ങിൻ്റെ ഏറ്റവും താഴത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് വരാം. ഈ ബട്ടർ ആദ്യം മെൽറ്റ് ചെയ്യുക, പിന്നെ ഈ ബിസ്ക്കറ്റ് പൊടിക്കുക, രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ ബിസ്ക്കറ്റ് ഞാൻ ഇവിടെ മിക്സിയിൽ ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബട്ടറും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ മെൽറ്റഡ് ബട്ടറും ബിസ്ക്കറ്റും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റിൻ്റെ ഒരു 12 സ്ലൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് ഒക്കെ ഇഷ്ടത്തിന് തന്നെ ചൂസ് ചെയ്യാം. ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും 12 ബിസ്ക്കറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേയുടെ ബേസായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ചെറിയ പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബേസായിട്ടുള്ള ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് പുഡിംഗ് ഡിഷിലേക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇൻഡിവിജ്വലായിട്ട് സെർവ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഗ്ലാസ്സിലേക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ചേർത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇങ്ങനെ തയ്യാറാക്കിയ ഈ ബിസ്ക്കറ്റ് നമുക്ക് പാലിൻ്റെ മിക്സർ റെഡിയാകുന്നത് വരെ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കണം. നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഞാൻ ക്യാനിൽ കിട്ടുന്ന പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ നമുക്ക് ക്യാനിൽ പൈനാപ്പിൾ വാങ്ങാൻ കിട്ടുമല്ലോ, ഞാൻ ആ പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഈ പൈനാപ്പിളിലെ വെള്ളം കുറച്ചൊന്ന് വറ്റാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഫ്രഷ് പൈനാപ്പിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് റെഡിയായി വരുന്നത് വരെ. അപ്പം ഈ ക്യാനിൽ വാങ്ങിയ പൈനാപ്പിൾ ഞാനൊരു ഫ്രൈ പാനിലിട്ട് ജസ്റ്റ് ചേർത്ത് കൊടുക്കുവാണ്. ആ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഇതൊന്നൊരു ലോ ഫ്ലെയിമിൽ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ക്യാൻഡ് പൈനാപ്പിൾ ആയതുകൊണ്ട് ഇതിൽ ഓൾറെഡി ഷുഗർ ഉണ്ട്. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പുഡിങ് സെറ്റ് ആവാൻ വേണ്ടി ജെലാറ്റിനാണ് ഇവിടെ ചേർക്കുന്നത്. ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു സാഷേ ജെലാറ്റിൻ, അതായത് ഈ സ്പൂണിന് ഒരു 2.5 ടീസ്പൂൺ ജെലാറ്റിൻ. ഓക്കെ, അപ്പോൾ ഈ 2.5 ടീസ്പൂൺ ജെലാറ്റിനിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഇത് കുതിർക്കാൻ വെക്കുവാണ്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുതിരാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ജെലാറ്റിൻ അത്യാവശ്യം കുതിർന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ജെലാറ്റിൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മുടെ ഈ ജെലാറ്റിൻ ബൗൾ ഇതിലേക്ക് ഇറക്കി വെക്കുവാണ്. അല്ലെങ്കിൽ ഓവനിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുത്താലും മതി. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊരു വെള്ളം പോലെ തന്നെ ആയി കിട്ടും നമുക്ക്. അപ്പോൾ അതേ നമ്മുടെ ജെലാറ്റിൻ മെൽറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് 2 മിനിറ്റ് എടുത്തിട്ടേ ഉള്ളൂ. നല്ല തിളയ്ക്കുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മെൽറ്റായി വരും. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് പാലാണ് വേണ്ടത്. പാലും കണ്ടൻസ്ഡ് മിൽക്കും നമുക്ക് വേണം. അപ്പോൾ ഞാൻ 1.5 കപ്പ് പാലിൻ്റെ അളവിനാണ് ഞാൻ ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം പറയുന്നത്. അപ്പോൾ 1.5 കപ്പ് പാലാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് നമ്മളൊരു 3/4 ക്യാൻ ഇതുപോലത്തെ ഒരു ടിന്ന്
കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു 1/4 ടിൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേട്ടോ, ഒരു 1/4 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് നമുക്ക് 1.5 കപ്പ് പാലിലേക്ക് വേണ്ടത്. പാലും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ പാലും കണ്ടൻസ്ഡ് മിൽക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫൈനലി നമ്മുടെ ആദ്യം സോട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലും കണ്ടൻസ്ഡ് മിൽക്കും ബോയിൽ ചെയ്ത് നമ്മൾ അതിലേക്ക് മെൽറ്റ് ചെയ്ത ജെലാറ്റിനും ചേർത്തു, പൈനാപ്പിളും ചേർത്തു, വാനില എസൻസും ചേർത്തു. ഇനി നമുക്കിത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചില്ലേ ബിസ്ക്കറ്റ്, അതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ബേസ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിങ്ങിനുള്ള ഐറ്റവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ പുഡിംഗ് എല്ലാം ഞാനിവിടെ സെറ്റ് ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഭാഗം ബിസ്ക്കറ്റ് ബേസ് ഇല്ലാതാണ് എടുത്തിരിക്കുന്നത്, ബാക്കി കുറച്ച് ബിസ്ക്കറ്റിൻ്റെ ബേസിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് സെറ്റായി കിട്ടുന്നത് വരെ നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമ്മുടെ ക്രഞ്ചി ടോപ്പിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ ചെറുതായിട്ട് നുറുക്കിയതാണിത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതൊരു 10 കാഷ്യൂ ഉണ്ട്. അത് നന്നായിട്ടൊന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങ ചിരകിയതാണിത്. 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ നല്ല ക്രിസ്പി ആകുന്നത് വരെ നമ്മളിത് ടോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ തേങ്ങ ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, കരിഞ്ഞു പോകരുത്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് പുഡിങ് സെറ്റ് ചെയ്യുമ്പോഴല്ല, പുഡിങ് സെർവ് ചെയ്യുമ്പോഴാണ് നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് സ്പ്രിങ്കിളാക്കി കൊടുക്കുന്നത്. നേരത്തെ ഇതിട്ട് വെക്കരുത്, അപ്പോൾ ആ കോക്കനട്ടിൻ്റെ ക്രഞ്ചി ടേസ്റ്റൊക്കെ അങ്ങ് പോവും. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് നമ്മൾ പുഡിങ് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം മുകളിലേക്ക് ഇത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നു. ഇത് തണുക്കുമ്പോൾ നമുക്കൊരു പാത്രത്തിലാക്കി വെക്കാം. എന്നിട്ട് നമ്മുടെ പുഡിങ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ റെഡി ആയിട്ടിരിപ്പുണ്ട്. അത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് കുറച്ച് അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് വേണം കഴിക്കാൻ. ഈ ടോപ്പിംഗ് ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പിംഗ് ഇല്ലെങ്കിലും ബേസ് ചേർത്തിട്ടില്ലെങ്കിലും ഒക്കെ പുഡിങ് സെയിം തന്നെ നല്ല ടേസ്റ്റാണ് പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ. പെട്ടെന്ന് ചെയ്യാനുള്ള പുഡിങ് ആണെങ്കിൽ പാലിൻ്റെ സെക്ഷൻ മാത്രം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്താൽ മതി. ദേ ഇപ്പം നമ്മുടെ പുഡിങ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നല്ല പുഡിങ്ങൊക്കെ സെറ്റായി, നല്ല ക്രീമിയായി, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് എടുത്ത് കുറച്ച് നമ്മൾ കഴിക്കുന്ന എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഈ കോക്കനട്ട് കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ രുചിയായിട്ട് എനിക്ക് തോന്നിയത്. ബിസ്ക്കറ്റ് ബേസ് ഇഷ്ടമല്ലാത്തവർ ബിസ്ക്കറ്റിൻ്റെ ബേസ് ചേർക്കണ്ട. ഞാനങ്ങനെ കുറച്ച് ബിസ്ക്കറ്റ് ബേസിലും ബേസ് ഇല്ലാതെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ കൺവെർട്ട് ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.